ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 34 സങ്കീർത്തനത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ഒരിക്കൽ 2 സ്നേഹിതർ ഒരു വയലിലൂടെ പോവുകയായിരുന്നു. പെട്ടെന്നാണ് അവരുടെ നേരെ പാഞ്ഞു വരുന്ന ഒരു ശക്തനായ കാളക്കൂറ്റനെ അവർ കണ്ടത്. അതിനെ എതിർത്ത് നിൽക്കുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അതിനാൽ അവർ മുന്നിലേക്ക് ശീഘ്രം ഓടി. ആ കാള അതിശക്തിയോടെ അവരെ പിന്തുടർന്നു. അപ്പോൾ ഓട്ടത്തിനിടയിൽ ഒരുവൻ മറ്റവനോട് പറഞ്ഞു, സ്നേഹിത, നീ ഒന്ന് പ്രാർത്ഥിക്ക്. അയാൾ പറഞ്ഞു, എനിക്കങ്ങനെ പ്രാർത്ഥിച്ച് പരിചയമില്ല. പക്ഷേ മറ്റേ സ്നേഹിതൻ പറഞ്ഞു, നീ ഒന്ന് പ്രാർത്ഥിച്ചേ മതിയാവൂ, വേറെ മാർഗമില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ പിതാവ് ഭക്ഷണമേശയുടെ മുമ്പിലിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കറിയൂ, അത് ഞാൻ പ്രാർത്ഥിക്കാം. എന്നിട്ട് അയാൾ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഞങ്ങളെ യഥാർത്ഥത്തിൽ നന്ദിയുള്ളവരാക്കണമേ. ഓ ഗോഡ്, ഫോർ വാട്ട് വി ആർ എബൌട്ട് ടു റിസീവ് മേക്ക് അസ് ട്രൂലി താങ്ക്ഫുൾ. പെട്ടെന്ന് പാടത്തെ വരമ്പിൽ തറച്ചിരുന്ന ഒരു കുറ്റിയിൽ കാളയുടെ വയർ ഇടിച്ചതിനാൽ കാളയ്ക്ക് മുന്നോട്ടോടുവാൻ കഴിയാതെ നിന്നുപോയി. ഇതൊരു തമാശയാണെന്ന് തോന്നാം, എന്നാൽ യഥാർത്ഥത്തിൽ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ്. നമുക്ക് ലഭിച്ചതിന് മാത്രമല്ല, ലഭിക്കുവാൻ പോകുന്നതിനും നന്ദി പറയേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഒരു കാളക്കൂറ്റൻ ആക്രമിക്കാൻ വരുമ്പോഴോ ലഭിക്കുവാൻ പോകുന്ന ആക്രമണത്തെ ഓർത്ത് നന്ദി പറയണമോ? ഇവിടെ നാം അറിയാതെ സംഭവിക്കുന്ന ഒരു വലിയ വസ്തുതയുണ്ട്. നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു പ്രാർത്ഥന എത്രയും വലിയ പ്രതിസന്ധികളെ പോലും തട്ടിമാറ്റുവാൻ ശക്തമാണ്. നാം കേട്ട കഥയിലെ പ്രാർത്ഥന അയാൾക്ക് ആകെ അറിയാവുന്നത് അതുമാത്രമായതുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നേ ഉള്ളൂ. എങ്കിലും പ്രതിസന്ധികളെ അകറ്റി നിർത്തുവാൻ അത് പര്യാപ്തമാണ്. ഹൃദയത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള നന്ദിയും സ്നേഹവും വിനയവും വിശ്വസ്തതയും നമ്മിൽ ഉളവാക്കുന്ന പോസിറ്റീവ് എനർജി എതിരെ വരുന്ന പ്രതിസന്ധികളെ ഒഴിവാക്കുവാൻ നമ്മെ ശക്തീകരിക്കുന്നതാണ്. ഈ പോസിറ്റീവ് എനർജി ദുഷ്ചിന്തകൾ ഉള്ള വ്യക്തിക്ക് ഒരിക്കലും ഉണ്ടാവില്ല. ഇവിടെ എല്ലാ സദ്ഗുണങ്ങളുടെയും പൂർണ്ണതയായ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനമാണ് നാം കാണുന്നത്. യഥാർത്ഥത്തിൽ എല്ലാ പോസിറ്റീവ് എനർജിയും ദൈവത്തിൽ നിന്നാണ് ലഭ്യമാകുന്നത്. പല മുഖാന്തരങ്ങളിലായിരിക്കും നാം അത് പ്രാപിക്കുന്നത് എന്ന് മാത്രം. എന്നാൽ നിരാശയും ദുഃഖവും വെറുപ്പും വൈരാഗ്യവുമുള്ള മനസ്സ് ഉൽപ്പാദിപ്പിക്കുന്നത് നെഗറ്റീവ് എനർജി മാത്രമായിരിക്കും. ഇവിടെയാണ് നാം എല്ലാവരും ദൈവമനുഷ്യരായി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത വെളിപ്പെടുത്തുന്നത്. ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിതത്തെ കെട്ടുപണി ചെയ്യുവാനും പോസിറ്റീവ് എനർജിയുടെ ഉടമകളാകുവാനും തൽഫലമായി അനേകർക്ക് അനുഗ്രഹമായി ജീവിക്കുവാനും നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. സത്ചിന്തകളാൽ എൻ്റെ ജീവിതം ഏറ്റവും നന്മയിൽ പുഷ്ടിപ്പെടുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചനധ്യാനം അവിടുന്ന് സഹായിക്കണം. ഏത് പ്രതിസന്ധികളെയും ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുവാൻ തക്കവണ്ണമുള്ള കൃപയും പ്രാർത്ഥിക്കുവാനുള്ള ശക്തിയും തന്നെ സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ.